ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ഒരു അപാര രുചിയിലുള്ള ഒരു സംഭവം തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 2 ബീട്രൂട്ടാണ് തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനെ ഒന്ന് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാലും മതി, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. അടിപൊളി രുചിയാണ്. രുചിയെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ബീട്രൂട്ട് കിട്ടിയാൽ ഇങ്ങനെ തന്നെ തയ്യാറാക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ആയിട്ട് നമുക്കൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഈ അരിഞ്ഞു വെച്ച ബീട്രൂട്ട് ഇട്ടൊന്ന് നമുക്കതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഒരുപാട് വെന്ത് കുഴയൊന്നും വേണ്ട. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടണം. അതിന് വേണ്ടി നമുക്കതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടിയോളം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിൻ്റെ രുചി വേറെ ഒന്നാണ്. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ 2 പച്ചമുളകും ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 4-5 വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവിന് ആവശ്യത്തിനനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് അതിനെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത്. എപ്പോഴും നമ്മൾ തോരനോ വിഴുക്ക് വരട്ടിയൊക്കെ ഇല്ലേ ബീട്രൂട്ട് കൊണ്ട് തയ്യാറാക്കൂ. ഇതുപോലൊരു ഐറ്റം നിങ്ങൾ ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. ഇനി അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു തണ്ടോളം കറിവേപ്പിലയും അല്പം പുളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ടൊക്കെ തിന്നാൻ ഇഷ്ടമില്ലാത്തവർ പോലും ഇതുപോലൊന്ന് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഐറ്റമാണ്. കഞ്ഞിയുടെയും ചോറിൻ്റെയും ദോശയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് വറുത്ത് കുഴയൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ തേങ്ങയും ബീട്രൂട്ടും എല്ലാം ഈ ഒരു പരുവമായി കിട്ടിയാൽ മതി. ഞാനിപ്പോൾ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കേട്ടോ, ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതിയാകും. ഇനി അതിനൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് അതിനൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ നല്ല കട്ടി ചമ്മന്തിയായിട്ട് അരച്ചെടുക്കണം. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ വേറെ ഒരൊറ്റ ഐറ്റവും വേണ്ട. ഒരു പപ്പടവും ഈ ഒരു ചമ്മന്തിയും കൂട്ടി തിന്നാൻ എന്താ ടേസ്റ്റ് എന്നറിയാമോ? ഇത് നമ്മൾ കഴിക്കും തോറും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. മോന് കോളേജിൽ ഞാൻ ചോറിൻ്റെ കൂടെ കൊടുത്തു വിട്ടു കേട്ടോ. അവിടെ കുട്ടികളൊക്കെ കഴിച്ചിട്ട് അവർക്കെല്ലാം ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞു. എനിക്കും അത് ഭയങ്കര സന്തോഷമായി. അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപാര രുചിയാണ്. ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ബീട്രൂട്ട് തിന്നാൻ ഇഷ്ടമില്ലാത്തവർ പോലും തിന്നും. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ബീട്രൂട്ട് ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് അടിക്കാനും ആരും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.